Watch India's largest kids library only on Jio Hotstar. Download the app now. ഹൗസ് നമ്പർ 1 ഇവിടെ ഉണ്ട്, നല്ല കാര്യം. 2 ഇവിടെ ഉണ്ട്, ഗുഡ്. 3 ഇവിടെ തന്നെ ഉണ്ട്, സൂപ്പർ. 5 ഇവിടെ ഉണ്ട്, അത് ശരി. 4 എവിടെ പോയി? ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. ഞാൻ എന്തായി കാണുന്നേ? എന്റെ വസ്തുക്കളൊക്കെ പോയേ. അല്ല, അതിന്റെ മുകളിൽ എന്തായിരുന്നു? ഇല്ല ഇല്ല, നിന്നോട് എനിക്ക് പറയാൻ പറ്റൂല, ആരോടും പറയാൻ പറ്റൂല. അല്ല, അങ്ങനെ എന്തുള്ള സംഭവം? ഞാൻ ആകെ തകർന്നു പോയി. വണ്ടി പുറകെ വിട്, നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പൊ പോയത് എന്താണെന്ന്. അതെ ശിവ, ഒന്ന് വേഗം വന്നേ. ഒരാള് ബോളിന്റെ അകത്തിരുന്ന് ബിൽഡിങ്ങിന്റെ മോളിൽ കൂടെ ചാടി ചാടി പോവാണ്. എവിടെയാണ് അയാള്? നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കോ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ അവൻ ഉള്ളത്. അങ്കിൾ, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? കുട്ടി, സൈഡിലേക്ക് മാറി നിൽക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്താ പറ്റി ശിവ? ആ ബോളിനെടുത്ത് പോകേണ്ട കാര്യമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാ പോയതെന്ന്. പിന്നെ വേറൊരു കാര്യം, അയാൾ മുകളിൽ നിന്ന് എന്തിനാണ് തുറക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അയാൾ എല്ലാ സ്ഥലത്തു നിന്നും ഡയമണ്ട്സ് മോഷ്ടിച്ചുകൊണ്ട് വരുമായിരുന്നു. അന്വേഷണ സംഘം അയാളുടെ വീട്ടിൽ വരുന്നുള്ള പേടി അയാൾക്കുണ്ടായി. അയാൾ വേഗം തന്നെ ഒരു ചാണക കുഴി ഉണ്ടാക്കി അയാൾ മോഷ്ടിച്ച ഡയമണ്ട്സ് മുഴുവൻ അതിൽ ഒളിപ്പിക്കുമായിരുന്നു. എന്ത് ചാണക കുഴിയിലോ? എന്നിട്ട് ഓരോ ചാണകം എടുത്ത് ഉരുളയാക്കി മതിലൊട്ടിക്കും. എനിക്ക് സംശയം തോന്നി, ഇയാൾ എന്തിനാണ് ഈ ചാണക കുഴി ഇയാളുടെ വീട്ടിലുണ്ടാക്കിയതെന്ന്. അയാൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നേ. പിന്നെന്തിനാ അയാൾ ഉണ്ടാക്കിയത്? ഞാൻ മതിലൊട്ടിച്ച് ഒരു ചാണകം പറളി എടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്ത് മുഴുവനും ഡയമണ്ട്. ഞാൻ അതിശയിച്ചു പോയി. എന്നിട്ട് ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ ഉറക്ക വിളിച്ച് പോലീസിനെ പിടിപ്പിച്ചു ആ കള്ളനെ. നീ എന്തൊരു ഇന്റലിജന്റാ. ഈ മിസ്റ്ററി നീ സോൾവ് ചെയ്തിരിക്കുന്നു. ശരിയാണ് ആദി, രേവ പറഞ്ഞതുപോലെ നീ എല്ലാം സോൾവ് ചെയ്തു. അയാളും ചിലപ്പോ മുകളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. അതുകൊണ്ടായിരിക്കും അയാൾ മുകളിൽ വന്ന് തുറന്നെടുത്തോണ്ട് പോയത്. നമുക്ക് അവിടെ ചെന്ന് ചെക്ക് ചെയ്താലോ? എന്തായാലും ഞാൻ ലഡു സിംഗ് സാറിനെ വിളിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ശിവ. എനിക്ക് നിങ്ങളുടെ വീടൊന്ന് ശരിക്കും പരിശോധിക്കണം. അതെ, ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്തിനാ അവൻ വീട് തുളച്ച സാധനങ്ങളൊക്കെ എടുത്തോണ്ട് കൊണ്ടുപോയത്? പറ, സത്യം പറ. ഹലോ, ഇതെന്താണ് ഇവിടെ കിടക്കുന്നത്? പറയൂ, ഇത് എന്താണെന്ന്. ഇത് സ്വർണമാണ്. അതായത് 15 വർഷങ്ങൾക്ക് മുമ്പേ
സ്വർണങ്ങൾ മുഴുവനും ഞങ്ങൾ 5 പേരും ചേർന്ന് തമ്മിൽ വീതിച്ചു. കാരണം സ്വർണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു പ്ലാൻ ഇട്ടു. സ്വർണങ്ങൾ മുഴുവനും ഒരുക്കിയെടുത്ത് സ്വന്തം വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ചു വെക്കാമെന്ന്. ശരി, ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് വേഗം പറയൂ. വേദാ നഗരത്തില് വേറെ എവിടെയെങ്കിലും കാണും. എനിക്കറിയില്ല മക്കളെ അതെവിടെയാണെന്ന്. അതിനുശേഷം ഞങ്ങൾ ആരും കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷേ ആ മനുഷ്യനെ അറിയാലോ. നിങ്ങൾ ആരാണ്, എവിടെയാണെന്ന് നിങ്ങൾ ആരാന്ന് പറയൂ. എനിക്ക് അയാളെ അറിയില്ല. ഞാൻ ആ മനുഷ്യനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ശരി ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. രണ്ട് വീടിലുള്ള സ്വർണങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി 3 വീട് മാത്രമേ ബാക്കിയുള്ളൂ. നിനക്ക് എങ്ങനെ മനസ്സിലായത് ഇവരുടെ വീട്ടിലൊക്കെ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം? എന്റെ അച്ഛൻ ഇവരുടെ എല്ലാം പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇവരെല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ പറ്റിച്ചു കളഞ്ഞു. അവരെല്ലാരും കൂടി ട്രെയിൻ കൊള്ളയടിച്ച് സ്വർണങ്ങളെല്ലാം എടുത്ത് ഓടിപ്പോയി കളഞ്ഞു. അങ്ങനെ ഒന്നും അറിയിക്കാതെ അച്ഛനെ എല്ലാരും ചേർന്ന് പറ്റിച്ചു കളഞ്ഞു. അവസാനം അച്ഛൻ ഇതെല്ലാം മനസ്സിലാക്കി അവരുടെ പേരെല്ലാം ഒരു ലിസ്റ്റിൽ എഴുതി വെച്ചു. അച്ഛൻ എഴുതി വെച്ച ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഇത് വെച്ച് ഞാൻ ഇവരെല്ലാരും പകരം വീട്ടും. അവരുടെ വീട്ടിലുള്ള സ്വർണം എല്ലാം തീർച്ചയായും ഞാൻ വീണ്ടും എടുത്തിരിക്കും. തീർച്ചയാണ് അച്ഛാ, ഞാൻ പണി തുടങ്ങിയിരിക്കുന്നു. അല്ല, ആരും നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നല്ലോ. അവനെ ഞാൻ എന്തായാലും ഓഫ് ട്രാക്ക് ചെയ്ത് കളയത്തില്ലേ? അതെ, ഞാൻ ബോളുകാരൻ റോബറാണ് വിളിക്കുന്നത്. ഞാൻ നാളെ വീനസ് സിറ്റിയിൽ മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്ക്. ബ്രേക്കിംഗ് ന്യൂസ്. നാളെ ബോൾ റോബർ വീനസ് സിറ്റിയിൽ മോഷ്ടിക്കാൻ പോകുന്നു. അതെ, വന്നേ. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം അവനെ പിടിക്കാൻ. ഒരു മിനിറ്റ്, അല്ല ഈ ടിവിയിലുള്ളവർക്ക് എങ്ങനെയാ മനസ്സിലായത് ആ കള്ളൻ വീനസ് സിറ്റിയിൽ മോഷ്ടിക്കാൻ വരുന്നെന്ന്? ടിവിക്കാരോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അയാൾ നമ്മൾ ഓഫ് ട്രാക്കിലേക്ക് അയക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അവൻ മോഷ്ടിക്കാൻ പോകുന്ന സ്വർണത്തിന്റെ ഉടമകൾ എല്ലാവരും തന്നെ വേദ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. എന്നെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനെ വഞ്ചിച്ചതിന് നിനക്കുള്ള കൂലി ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്റെ അച്ഛന്റെ സ്വർണം കൊണ്ടുപോയില്ലേ? എന്താ പോ? അല്ല, എന്താ നീ കാണിക്കുന്നത്? വിടാനാ പറഞ്ഞത്. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ശരി ശരി, ഞാൻ വേണമെങ്കിൽ താഴോട്ട് വിട്ടേക്കാം. അല്ലെങ്കിൽ സത്യം പറയൂ, ഈ ബോൾ എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്. ഇല്ല, വേണ്ട വേണ്ട വേണ്ട. എന്നെ താഴെയിടല്ലേ. ഞാൻ വരാം. ബോളിന് പുറത്തേക്ക് ഞാൻ തന്നെ വരാം. എന്നെ ഒന്നും ചെയ്യില്ലേ. വെയിറ്റ് ചെയ്യ്. എന്റെ അച്ഛന്റെ പല വർഷങ്ങളുള്ള കഠിനാധ്വാനത്തിൽ വെള്ളം ഒഴിക്കാൻ ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, കുരുത്തം കെട്ട കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. You are under arrest.
വന്നേ, നിനക്ക് ഇനി ജയിലിൽ പോയിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാം. നീ ഇവിടുന്ന് മോഷ്ടിച്ച സ്വർണങ്ങളൊക്കെ തിരിച്ചു തന്നോളണം, മനസ്സിലായോ? എല്ലാ സ്വർണവും സർക്കാരിന്റെ സ്വത്താണ്, എല്ലാ കള്ളന്മാരും ഞങ്ങളുടെ സ്വത്താണ്. ഇനി നിനക്ക് ജയിലില് സുഖമായിട്ട് കിടന്നുറങ്ങാം, നല്ല ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് തന്നെ. Watch India's largest kids library only on Geo Hotstar. Download the app now.